الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قد أفلح من زكاها وقد خاب من دساها സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരന്മാരെ സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് മേഖലകളിലേക്ക് വെളിച്ചം വീശുന്ന, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെ സംബന്ധിച്ചും വ്യക്തമായ വഴി തെളിയിച്ചു തരുന്നൊരു മാർഗമാണ്. മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കണമെങ്കിൽ മനുഷ്യൻ്റെ ഖൽബ് നന്നാവുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിബന്ധനയായി വെച്ച ഒന്നാണ്. ശരീരം നന്നാകുന്നതിലൂടെ ഒരു മനുഷ്യൻ നന്നാവുന്നില്ല. ഖൽബിലൂടെയാണ്, ഖൽബിൻ്റെ മാറ്റത്തിലൂടെ മാത്രമാണ് മനുഷ്യൻ അവൻ്റെ ജീവിതം ഇഹലോകവും പരലോകവും നന്നാക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന വാചകങ്ങൾ നമുക്ക് കാണാം. നാളെ പരലോകത്തൊരു മനുഷ്യനെ സംബന്ധിച്ച് വിജയത്തിൻ്റെ ഉന്നതിയിലെത്തണമെങ്കിലും അവൻ്റെ ഖൽബ് നന്നായാൽ മാത്രമാണ് പരലോകത്ത് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന വാചകം, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്അ, മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു, അത് നന്നായാൽ മനുഷ്യൻ്റെ ശരീരം മുഴുവനും നന്നായി. വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് കേടുവന്നാൽ മനുഷ്യൻ്റെ ശരീരം മുഴുവനും കേടുവന്നു. അലാ, നിങ്ങൾ അറിയണം, വഹിയൽ ഖൽബ്, അതാണ് മനുഷ്യൻ്റെ ഹൃദയം. മനുഷ്യൻ്റെ ഹൃദയം നന്നായാലാണ് അവൻ്റെ ശരീരം ശുദ്ധിയാവുക. നല്ല കുപ്പായം ധരിച്ചതുകൊണ്ട്, നല്ല വസ്ത്രം ധരിച്ചതുകൊണ്ട് അവൻ നല്ലവനാണ് അല്ലെങ്കിൽ നല്ല വ്യക്തിത്വമാണെന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ല. നല്ല ജോലിയിലാണ്, നല്ല ഉന്നതിയിലാണ് എന്നതുകൊണ്ട് അയാൾ നല്ല മനുഷ്യനാണെന്ന് അയാളെ സംബന്ധിച്ച് പറയാൻ സാധിക്കുകയില്ല. ഖൽബിനെ നന്നാക്കുന്നവർക്കാണ് വിജയം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന വാചകം അതാണ്.
അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആരാണോ തൻ്റെ ഹൃദയത്തെ നന്നാക്കുന്നവനാരാണോ അവൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ. കൽബിനെ മലീമസപ്പെടുത്തിയവൻ, അതിനെ പരാജയപ്പെടുത്തിയവൻ, കൽബിനെ നന്നാക്കാത്തവൻ അല്ലെങ്കിൽ അതിനെ മലീമസപ്പെടുത്തിയവൻ, അവൻ പരാജയത്തിലാണെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് കാണാം. അതുകൊണ്ട് തന്നെ നമ്മുടെ കൽബിനെ ശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങളും വഴികളും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊരു മനുഷ്യൻ സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, റസൂലേ അയ്യുന്നാസി അഫ്ളൽ, ആരാണ് റസൂലേ മനുഷ്യരുടെ കൂട്ടത്തിൽ നല്ല മനുഷ്യരാരാണ്? അയ്യുന്നാസി അഫ്ളൽ, നല്ല മനുഷ്യനാരാണ്? നമുക്കൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാട് അതാണ്. ഞാനൊരു കുഴപ്പമില്ലാത്ത മനുഷ്യനാണെന്നുള്ള മട്ടിലാണ് നമ്മുടെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലു മഹ്മൂമിൽ ഖൽബി വസദൂഖുൽ ലിസാൻ. എല്ലാ മഹ്മൂമുൽ ഖൽബും എല്ലാ സദൂഖുൽ ലിസാനുമാണ് എന്ന് സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകിയപ്പോൾ സ്വഹാബത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, സദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വമാ മഹ്മൂമുൽ ഖൽബി യാ റസൂലല്ലാഹ്, ഈ മഹ്മൂമുൽ ഖൽബ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് നബിയെ എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹുവ തഖിയ്യു അന്നഖിയ്യു ലാ ഇസ്മ ഫീഹി വലാ ബഗയിൻ വലാ ഗില്ലത്തിൻ വലാ ഹസദ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന വാചകം ഒരു നല്ല മനുഷ്യൻ്റെ ക്വാളിറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ഹുവ തഖിയ്യ്, ഒരു മനുഷ്യൻ്റെ കൽബിൽ മതബോധമുള്ള കൽബുള്ള ഹൃദയം, അള്ളാഹുവിനെ സംബന്ധിച്ച ബോധമുള്ള, മതത്തിനെക്കുറിച്ച് കൃത്യമായി ഹുബ്ബുള്ള നല്ലൊരു ഹൃദയമാണ്. അന്നഖിയ്യു ലാ ഇസ്മ ഫീഹ്, അവൻ്റെ കൽബിൻ്റെ പ്രത്യേകത പാപത്തിൻ്റെ കറകൾ അവൻ്റെ ഹൃദയത്തിലില്ല. വലാ ബഗയിൻ വലാ ഗില്ലത്തിൻ വലാ ഹസദ്, അതിരുകവിയലോ അതിക്രമങ്ങളോ ഇല്ലാത്ത കൽബ്, വാശിയും വക്കാണവും അസൂയയും പകയും വെറുപ്പും വിദ്വേഷങ്ങളും വെച്ച് പുലർത്താത്ത മനസ്സ്, ഇങ്ങനെയുള്ള മനസ്സുകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല കൽബ് എന്ന് പറഞ്ഞത്. വലാ ഹസദ്, അസൂയയില്ലാത്ത മനസ്സ്. ഒരാളുടെ വിഷയത്തിലും ഒരു വിഷയത്തിലും അസൂയ കാണിക്കാത്ത കൽബുണ്ടോ? ആരോടും വെറുപ്പ് വെച്ച് പ്രകടിപ്പിക്കാത്ത കൽബുണ്ടോ? ആരോടും വിദ്വേഷം വെച്ച് നടക്കാത്ത കൽബുണ്ടോ? അങ്ങനെയുള്ള കൽബുകളാണ് ഏറ്റവും നല്ല കൽബ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. മഹ്മൂമുൽ ഖൽബ് എന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വാചകം അതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ലാ യജ്തമിഉ ഫീ ഖൽബി അബ്ദിൻ, ഒരു മനുഷ്യൻ്റെ കൽബിൽ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കുകയില്ല. ഏതൊക്കെയാണ് രണ്ട് കാര്യം? അൽ ഈമാനു വൽ ഹസദ്, ഈമാനും അസൂയയും ഒരു മനസ്സിൽ ഒരുമിച്ച് നിൽക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഒരു കൽബിൽ ഈമാൻ ഉണ്ടെങ്കിൽ ആ കൽബിൽ ഈമാനുള്ള കൽബിൽ അസൂയക്ക് സ്ഥാനമില്ലെന്നർത്ഥം. അസൂയയുള്ള കൽബിൽ ഈമാൻ ദുർബലമാണെന്നർത്ഥം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് കൽബിൽ ഈമാനുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ കൽബിൽ ഈ പറഞ്ഞ കുശുമ്പും അസൂയയും പകയും വിദ്വേഷമൊന്നും ഇല്ല എന്നാണ് അർത്ഥം. അതില്ലാത്തൊരു കൽബ് നമുക്കുണ്ടോയെന്ന് നമ്മൾ പരിശോധിക്കണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇസ്ലാമിക ചരിത്രത്തിൽ താബിഈ പണ്ഡിതനായ സുഫിയാൻ ഇബ്നു ദീനാർ ഒരു ദിവസം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കൂട്ടുകാരനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടുകാരനെ പണ്ഡിതനായ സുഫിയാൻ ഇബ്നു ദീനാർ താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടുകാരനെ കണ്ടുമുട്ടിയപ്പോൾ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ സ്വഹാബത്തിൻ്റെ കൂടെ ജീവിച്ച ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ കൂടെ ജീവിച്ച ആളെന്നർത്ഥം. കണ്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം ചോദിച്ചു, സുഫിയാൻ ഇബ്നു ദീനാർ അദ്ദേഹത്തോട് ചോദിച്ചു, അഖ്ബിർനി, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, അൻ അഅ്മാലു മൻ കാനു ഖബലന, ഈ സ്വഹാബികളുടെ ഇബാദത്തിനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അവരുടെ അമലുകളുടെ പ്രത്യേകതയെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, കാനൂ യഅ്മലൂന യസീറാ വയുജറൂന കസീറാ. യഅ്മലൂന യസീറാ, അവർ കുറഞ്ഞ അമലുകളാണ് ചെയ്യുന്നതെങ്കിലും വയുജറൂന കസീറാ, അവർക്ക് പുണ്യം കൂടുതലായിരിക്കും. പുണ്യം കൂടുതലായിരിക്കും. കുറച്ച് ഇബാദത്ത് ചെയ്താലും പ്രതിഫലം അവർക്ക് കൂടുതലായിരിക്കും. ഉടനെ സുഫിയാൻ ഇബ്നു ദീനാർ ചോദിച്ചു, വലി മദാക്ക്,
അതെന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അതെന്താ അങ്ങനെ പറയാൻ കാരണം? ആ സമയത്ത് ഖാല അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടുകാരൻ വിശദീകരിച്ചു കൊടുക്കുന്ന വാചകം ലിസലാമത്തി സുദൂരിഹിം, അവരുടെ കൽബ് സമാധാനമുള്ള കൽബായിരുന്നു. ഈ പറയപ്പെട്ട ഒരു രോഗമില്ലാത്തൊരു കൽബ്. ഇത് സ്വഹാബത്തിൻ്റെ ഒരു പ്രത്യേകതയായി അദ്ദേഹം വിശദീകരിക്കുകയാണ്. സുഫിയാൻ ഇബ്നു ദീനാർ വിശദീകരിക്കുന്ന വാചകം നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ഒരു കൽബ് നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തിൽ കെട്ടിപ്പടുക്കേണ്ട, നമ്മുടെ മനസ്സിനെ കൃത്യമായി ക്രമീകരിക്കേണ്ട ഒരു മേഖലയാണ്. അപ്പം നല്ലൊരു കൽബ് ഉണ്ടാവണം, എന്നാലേ നമ്മുടെ ഇബാദത്തുകൾക്കൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ, എന്നാലേ നമ്മുടെ ജീവിതത്തിനൊരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ഈ പറയപ്പെട്ട അസൂയയില്ലാത്ത, പകയില്ലാത്ത, വെറുപ്പില്ലാത്ത, കുശുമ്പില്ലാത്ത, ഒരു നിലക്കും മറ്റൊരാളോട് വ്യക്തിപരമായ ഹുബ്ബല്ലാതെ ആദർശപരമായ വിഷയത്തിലൊക്കെ ഒരു പക്ഷേ വിയോജിപ്പുകളുണ്ടെങ്കിലും അതൊരു വെറുപ്പിലേക്കെത്താതെ സ്നേഹം നിലനിർത്തി പോകുന്ന, റബ്ബിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടുന്ന നല്ല കൽബുകൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പരിശ്രമിക്കണമെങ്കിൽ, നല്ല ഈമാനുള്ള കൽബ് നമുക്ക് വേണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതിലൊന്നാമത്തെ വിഷയമാണ് മുഹബ്ബത്തുല്ലാഹി വ റസൂലി. കൽബ് നന്നാവണമെങ്കിൽ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഹുബ്ബ് നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്താണ് ഈ ഹുബ്ബ് എന്ന് പറഞ്ഞാൽ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 3 കാര്യങ്ങൾ ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ, 3 കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ സൂക്ഷിക്കുന്നുവെങ്കിൽ അവൻ ഈമാനിൻ്റെ മധുരം നുകർന്നവനാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയ്യകൂനല്ലാഹ വറസൂലഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അയ്യകൂനല്ലാഹ വറസൂലഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. എല്ലാത്തിനേക്കാളും അള്ളാഹനെയും റസൂലിനെയും ഒരാൾ കൽബിൽ എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെട്ടാൽ അവൻ്റെ കൽബ് ഈമാനിൻ്റെ മധുരം നുകരുന്ന കൽബാണ്. അപ്പം എല്ലാത്തിനേക്കാളും ഹുബ്ബ് അള്ളാഹുവിനോടാവണം, അള്ളാഹിൻ്റെ റസൂലിനോടാവണം. അള്ളാഹുവിനോടുള്ള ഹുബ്ബ് കൊണ്ടാണ് ഒരാൾക്ക് ഈമാനിനെ നിലനിർത്താൻ സാധിക്കുക, കൽബ് നന്നാക്കാൻ കഴിയുക എന്ന് പണ്ഡിതന്മാർ നമുക്ക് ആയത്തുകളും ഹദീസുകളും വിശദീകരിച്ച് പഠിപ്പിച്ചു തരുന്ന വാചകം നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ഗൗരവം എന്താണതുകൊണ്ടുള്ള നേട്ടം എന്ന് വെച്ചാൽ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി ഒരിക്കലും അള്ളാഹു വിലക്കിയ രൂപത്തിൽ ചിന്തിക്കൂല എന്നുള്ളതാണ്. അള്ളാഹു വിലക്കിയതിലേക്ക് അവൻ്റെ കൽബ് പോകൂല എന്നുള്ളതാണ്. അള്ളാഹു വിലക്കിയതിലേക്ക് അവൻ്റെ മനസ്സ് പോകൂല എന്നുള്ളതാണ്. ഒരു വ്യഭിചാരം എന്ന തിന്മയിലേക്ക് ഒരാൾ അവൻ്റെ ജീവിതത്തെ കൊണ്ടുപോകുന്നുവെങ്കിൽ അവൻ അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് അർത്ഥം, അല്ലേ? ഒരു മുഅ്മിനിൻ്റെ ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ വ്യഭിചാരത്തിൻ്റെ കണക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നു. അൽ ഐനാനി സിനാഹുമാ അന്നദർ, കണ്ണുകൊണ്ടുള്ള നോട്ടം, ഹറാമിലേക്ക് നോക്കുന്നത്, അത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരാണ്. അൽ ഉദനാനി സിനാഹുമാ, കാതുകൊണ്ട് ഹറാമ് കേൾക്കുക എന്നത് അൽ ഇസ്തിമാ, അത് കാതുകൊണ്ടുള്ള വ്യഭിചാരമാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ സത്യപ്പെടുത്തുന്നതും അസത്യപ്പെടുത്തുന്നതും അവൻ്റെ ഗുഹ്യസ്ഥാനമാണ്. ഇത് ഉൾക്കൊള്ളണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ കൽബിൽ എന്തുണ്ടാവണം? മുഹബ്ബത്തുള്ള ഉണ്ടാവണം, അള്ളാഹുവിനോടുള്ള ഹുബ്ബുണ്ടാവണം. ഇതെൻ്റെ റബ്ബ് വിലക്കിയതാണെന്ന ബോധം നമ്മുടെ കൽബിൽ സദാസമയവും ഉണ്ടായിക്കൊണ്ടിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് ആഴത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വാചകമാണ് അസൂയ എന്നൊരു തിന്മ. അതൊരു തിന്മയാണ്, അതൊരു തെറ്റാണ്. ഒരു വ്യക്തിയുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നൊരു കൽബ് നമുക്കുണ്ടെങ്കിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു സമരം നടത്തുകയാണ് അവൻ ചെയ്യുന്നത്. എങ്ങനെ? അം യഹ്സദൂനന്നാസ് അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി. അസൂയക്കാരൻ്റെ വിഷയത്തിൽ അല്ലാഹു ചോദിച്ച ചോദ്യം, അവർ ജനങ്ങളോട് അസൂയ കാണിക്കുകയാണോ? അള്ളാഹു അവന് നൽകിയ അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് അള്ളാഹ് നൽകിയ ഫളിൻ്റെ കാര്യത്തിൽ ഇവൻ അസൂയപ്പെടുകയാണോ? അസൂയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം അത് പടച്ചോൻ കൊടുത്തതാന്നുള്ളൊരു വിശ്വാസം അവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ, എൻ്റെ റബ്ബാണ് അവന് കൊടുത്തതെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ആ കാര്യത്തിൽ നമ്മളതിനെ അസൂയപ്പെടണം. അതുകൊണ്ട് അങ്ങനെ ഒരു കൽബ് ഉണ്ടാവണമെങ്കിൽ അവൻ്റെ കൽബ് എന്താവണം? അസൂയയില്ലാത്ത കൽബുണ്ടാവണമെങ്കിൽ, പകയില്ലാത്ത കൽബുണ്ടാവണമെങ്കിൽ ഈമാൻ ഉണ്ടാവണം. ഈമാൻ നിലനിൽക്കണമെങ്കിൽ മുഹബ്ബത്തുള്ള ഉണ്ടാവണം. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഏറ്റവും നല്ല സൂക്ഷ്മത
ഒരു അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ അടയാളമാണ് അള്ളാഹു കൽപ്പിച്ച ഷിആറുകൾ, അടയാളങ്ങൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. അള്ളാഹ് പഠിപ്പിച്ച നിയമങ്ങളൊക്കെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് ചലിക്കുന്നവനായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അള്ളാഹു ഒരു കാര്യത്തിലേക്ക് വിളിച്ചാൽ അള്ളാഹു വിളിച്ച നന്മയിലേക്ക് അവൻ അടുക്കും, അള്ളാഹു വിലക്കിയ തിന്മകളിൽ നിന്ന് അവൻ അകന്നു നിൽക്കും. നല്ല കൽബിൻ്റെ ഹൃദയമുള്ള ആളുകളെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് വിശദീകരിച്ച വാചകങ്ങൾ: യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി ഇദാ ഇസ്തജീബൂ ലില്ലാഹി വറസൂൽ ഇദാ ദഅാകും ലിമാ യുഹ്യീകും. അള്ളാഹു നിങ്ങൾ ഒരിക്കലും മോശപ്പെട്ടതിലേക്ക് വിളിക്കുന്നില്ല, നന്മയുടെ കാര്യത്തിലേക്കാണ് അള്ളാഹുവും റസൂലും നിങ്ങളെ വിളിക്കുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ. അപ്പോൾ ഏറ്റവും പ്രധാനം മുഹബ്ബത്തുല്ലാഹി വറസൂലി നമ്മുടെ കൽബിൽ ഉണ്ടാക്കിയെടുക്കുക. അതിങ്ങനെ ഉണ്ടെങ്കിലേ നമ്മുടെ കൽബിനെ നമുക്ക് നന്നാക്കാൻ പറ്റുള്ളൂ. ഇത്തരം രോഗങ്ങൾ നമ്മുടെ കൽബിൽ നിന്ന് ഇല്ലാതെയാവണമെങ്കിലുള്ള രണ്ടാമത്തെ മാർഗം നമസ്കാരം നിലനിർത്തുന്നവരാകുക എന്നുള്ളതാണ്. നിസ്കാരം കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം എന്താ? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാ നീചവൃത്തികളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ് നിസ്കാരം. എല്ലാ വൃത്തികേടുകളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുന്നതാണ് നമസ്കാരം. അതുകൊണ്ട് നമ്മുടെ കൽബ് ശുദ്ധീകരിക്കണമെങ്കിൽ നമസ്കാരം ജീവിതത്തിൽ കൃത്യതയോടുകൂടി മുന്നോട്ട് ചലിപ്പിക്കണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാചകം കാണാം: റക്അത്താനി, 2 റക്അത്ത് നമസ്കാരം ഒരാൾ നിർവഹിക്കുന്നു, മുഖ്തസിദതാനി ഫീ തഫക്കുരി ഖൈറും മിൻ ഖിയാമി ലൈല അൽ ഖൽബു സാഹിൻ. ഒരു മനുഷ്യൻ 2 റക്അത്ത് നമസ്കരിക്കുന്നു. ആ നമസ്കാരം വെറുതെ ചടങ്ങ് നിർവഹിക്കുന്ന നിസ്കാരമല്ല, കൽബ് പങ്കെടുത്തുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുക. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ അർത്ഥമറിഞ്ഞ് നമസ്കരിക്കുക. അതെ, നിസ്കാരത്തിൽ കൃത്യമായ ഇഖ്ലാസോടുകൂടി ഖുശൂഅോടുകൂടി ഒരാൾ നമസ്കരിക്കുന്നുവെങ്കിൽ, അവൻ്റെ കൽബ് പങ്കെടുത്താണ് നമസ്കരിക്കുന്നതുവെങ്കിൽ, ആ 2 റക്അത്ത് കൊണ്ട് അവന് കിട്ടുന്ന നേട്ടം എന്താണെന്ന് പറഞ്ഞിടത്ത് നമുക്ക് കാണാം. അവൻ രാത്രി മുഴുവൻ നിസ്കരിച്ചതിൻ്റെ ഒരു ഫലം അവൻ്റെ ജീവിതത്തിൽ എന്തുണ്ടാവും? ആ ഒരു 2 റക്അത്തിന് പോലും കിട്ടുന്നതാണ്. എങ്ങനെ? കൽബ് പങ്കെടുത്ത് നമസ്കരിക്കണം. അൽ ഖൽബു സാഹിൻ, കൽബ് പങ്കെടുത്ത് നിസ്കരിക്കുക. കൽബ് നിസ്കാരത്തിൽ പങ്കെടുക്കണമെങ്കിൽ കൽബ് മുഴുവനും നല്ല ചിന്തകളും ഇബാദത്തിനോടുള്ള ഹുബ്ബും, നിസ്കാരം എന്ന ആ ഇബാദത്ത് അത് എൻ്റെ റബ്ബുമായുള്ളൊരു മുനാജാത്താണ്, അല്ലെങ്കിൽ അടുത്ത ബന്ധമാണ്, ഞാൻ റബ്ബിലേക്ക് അടുക്കുന്ന സമയമാണെന്ന ബോധം ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ നിസ്കരിക്കാൻ കഴിയുള്ളൂ. ആ ഖുശൂഉം ഇഖ്ലാസൊക്കെ നിലനിർത്തിക്കൊണ്ട് നിസ്കരിക്കാൻ കഴിയും. അങ്ങനെയുള്ള നിസ്കാരം ഒരാൾ നിർവഹിക്കുന്നുവെങ്കിൽ അവൻ്റെ കൽബ് ശുദ്ധിയാകും. കൽബിനെ ശുദ്ധീകരിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ വ്യക്തമായി വിശദീകരിക്കുന്നത് കാണാം. മൂന്നാമത്തെ കാര്യം ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ വിശദീകരിച്ചത്, ജീവിതത്തിൽ ശുദ്ധീകരണം ഉണ്ടാകണമെങ്കിൽ സ്വതക്ക വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരായി നമ്മൾ മാറുക എന്നുള്ളതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഓതി പഠിപ്പിച്ചു: ഖുദു മിൻ അംവാലിഹിം സ്വദഖ തുതഹിറുക്കും വതുസക്കീഹിം ബിഹാ. ഖുദു മിൻ അംവാലിഹിം സ്വദഖ, നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യണം, ദാനം ചെയ്യണം. അങ്ങനെ ചെയ്താലുള്ള നേട്ടം എന്താ? തുതഹിറുക്കും വതുസക്കീഹിം ബിഹാ, അത് നിങ്ങളെയും ശുദ്ധീകരിക്കും, നിങ്ങളുടെ സമ്പത്തിനെയും ശുദ്ധീകരിക്കും. സമ്പത്തിനെ ശുദ്ധീകരിക്കാനും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൽബിനെ ശുദ്ധീകരിക്കാനുമുള്ള മാർഗമാണ് ദാനധർമ്മം വർദ്ധിപ്പിക്കുക എന്നുള്ളത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളം കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പിശുക്കു വേണ്ട. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജ്തമിഉ ശുഹു. 2 കാര്യങ്ങളിൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ, നേരത്തെ പറഞ്ഞല്ലോ ഈമാനും ഹസദും പറഞ്ഞെടുത്ത്, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പിശുക്കും ഈമാനും. ലാ യജ്തമിഉ ശുഹു വൽ ഈമാൻ. പിശുക്കും ഈമാനും ഫീ ഖൽബി അബ്ദിൻ അബ്ദാ. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരുമിച്ച് നിൽക്കാത്ത 2 പറഞ്ഞതിൽ മറ്റു 2 എന്ത്? ഈമാനും പിശുക്കും. ഈമാനുള്ള മനുഷ്യൻ്റെ കൽബിൽ പിശുക്കുണ്ടാവില്ല, അവൻ കൊടുക്കും. അവൻ്റെ സ്വതക്ക അവൻ ധാരാളം വർദ്ധിപ്പിക്കും. അവൻ്റെ സമ്പത്ത് അവൻ ദീനിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കും. വീട്ടിൽ പിശുക്കി വെക്കൂല, അത് കൊടുക്കുന്നവനായിരിക്കുന്ന. അങ്ങനെ കൊടുക്കുന്ന സ്വഭാവമുണ്ടോ, കൽബ് നന്നാക്കാനും സമ്പത്ത് ശുദ്ധീകരിക്കാനും അത് ഉപകരിക്കുമെന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടം, ഈ ദുനിയാവും നമുക്ക് വെളിച്ചമാകും, പരലോകവും നമുക്ക് വെളിച്ചമാകും. കൽബ് എപ്പോഴും ശാന്തമായൊരു അന്തരീക്ഷത്തോടെ നമ്മുടെ കൽബ് ചലിക്കും. അള്ളാഹു ആ രൂപത്തിൽ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഖൽബ് ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഖൽബ് ശുദ്ധീകരിച്ചാലേ നാളെ പരലോകത്ത് നമുക്ക് രക്ഷയുള്ളൂ എന്ന തിരിച്ചറിവോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ സുപ്രധാനമായ മേഖലകളാണ്. അതിലൊന്ന് മുഹബ്ബത്തുല്ലാഹി വ റസൂലി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് 5 നേരത്തെ നമസ്കാരം നിലനിർത്തുന്നവരായി മാറുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കിയത് ഹൃദയം നന്നാവാനുള്ള മറ്റൊരു മാർഗം സ്വതക്ക വർദ്ധിപ്പിക്കുക, പാപങ്ങളിൽ നിന്ന് ഖൽബ് നന്നാക്കാൻ ഉള്ള മാർഗമാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു നിങ്ങളുടെ ഹൃദയത്തിലുള്ള രോഗങ്ങളില്ലാതെയാവാൻ. നേരത്തെ പറഞ്ഞ അസൂയ, പക, വെറുപ്പ്, വിദ്വേഷം പോലുള്ള രോഗങ്ങളില്ലാതെയാവണമെങ്കിൽ നാലാമത്തെ കാരണം പഠിപ്പിച്ചത് ഖുർആനുമായുള്ള ബന്ധം അധികരിപ്പിക്കാൻ. പരിശുദ്ധ ഖുർആൻ ഷിഫ ആണ്. ഖൽബിന് ബാധിച്ച രോഗങ്ങൾക്കുള്ള ഷിഫയാണ് ഖുർആൻ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തൻ ലിൽ മുഅ്മിനീൻ. ഖുർആനിൻ്റെ വാചകം യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. അല്ലാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്കൊരു ഒരു പിന്നെ ഷിഫാഇൻ്റെ ഗ്രന്ഥം, ഷിഫാഇന് നിങ്ങൾക്ക് അല്ലാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. ആ മാർഗം എന്താ? നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ബാധിച്ച രോഗങ്ങൾക്കുള്ള ശമനമാണത്. ഹൃദയങ്ങളെ ബാധിച്ചിട്ടുള്ള രോഗങ്ങൾക്കുള്ള ശമനമാണ്. അപ്പോൾ മനസ്സ് നന്നാവണമെങ്കിൽ ഖുർആൻ നിരന്തരം പാരായണം ചെയ്യുന്ന, ഖുർആൻ പഠിക്കുന്ന, ഖുർആനിൻ്റെ ഒരു പഠിതാവായി മാറി, അതിനെ തിലാവത്ത് ചെയ്യുന്നവരായി മാറി, അതിനെ ചിന്തിക്കുന്നവരായി മാറി, ഖുർആനിനെ ജീവിതത്തിൽ പകർത്തുന്നവരായി മാറുക എന്നുള്ളതാണ്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ സഹോദരങ്ങളെ, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഖൽബിൽ നിന്ന് അകന്നു കിട്ടും. നമ്മുടെ മനസ്സ് നന്നാവും, ആളുകളോടുള്ള പെരുമാറ്റം നമുക്ക് നന്നാക്കാൻ പറ്റും. ഒരുപാട് സ്വബർ, ജീവിതത്തിൽ ക്ഷമ എന്നുള്ളത് കൈക്കൊള്ളാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആ രൂപത്തിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു പിടുത്തം നമുക്ക് കിട്ടണമെങ്കിലുള്ള മാർഗങ്ങളാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ ബോധ്യപ്പെടുത്തി തന്ന കാര്യങ്ങൾ. ഇതിലേക്ക് നമ്മൾ ആഴത്തിൽ ചിന്തിക്കുകയും ഈ പറയപ്പെട്ട ഇബാദത്തുകളോടൊക്കെ കൂടുതൽ അടുക്കുകയും അള്ളാഹുവിനോടുള്ള ഹുബ്ബ് ജീവിതത്തിൽ പരമാവധി ചേർത്ത് വെക്കുകയും ചെയ്യുക. അള്ളാഹുവിനെയും റസൂലിനെയും ഒരാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടാൽ തന്നെ അവൻ്റെ ജീവിതം ഹറാമിലേക്കോ തോന്നിവാസങ്ങളിലേക്കോ പോകാതെ അവനെ ക്രമീകരിക്കാൻ കഴിയും. എന്നാലും പിശാച് ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മളെ വലിച്ച് പുറകോട്ട് കൊണ്ടുപോകും. ആ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങളുടെ ദിക്റുകളും ദുആകളും വർദ്ധിപ്പിച്ച് ഖുർആനുമായുള്ള ബന്ധം വർദ്ധിപ്പിച്ച് തസ്കിയത്ത് നമ്മുടെ ഖൽബിന് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഖൽബിന് നിരന്തരം തസ്കിയത്ത് കിട്ടണം. മരണചിന്ത നമ്മുടെ ഖൽബിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. അത് കിട്ടുമ്പോഴാണ് നമ്മുടെ മനസ്സിനെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുള്ളൂ. തസ്കിയത്തിലൂടെ മാത്രം ഖൽബിൻ്റെ ശുദ്ധീകരണം എന്നുള്ളത് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന നല്ല വിജ്ഞാനത്തിൻ്റെ ക്ലാസ്സുകളിൽ ചെന്നിരിക്കാൻ, അത് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ചെന്നിരിക്കാൻ, അള്ളാഹു മരണത്തെക്കുറിച്ച് ഓർക്കുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ ഒക്കെ നമുക്ക് സാധിക്കണം. നമ്മളെല്ലാവരും മരിക്കാനുള്ള ആളുകളാണെന്ന ബോധം നമ്മുടെ ഖൽബിൽ എപ്പോഴും ഉണ്ടാവണം. മരിക്കും. ഈ ദുനിയാവിൽ വാശിയും വക്കാണവും വൈരാഗ്യമായിട്ട് നിരന്തരം നിൽക്കൂല. നമ്മളിവിടുന്ന് പോകും. ഇവിടുന്ന് പോയാൽ പിന്നെയുള്ള ലോകം വേറെയാണ്. പിന്നെ നമുക്കതിനൊന്നും സമയം ഉണ്ടാവില്ല. ഈ പറയപ്പെട്ട കാര്യങ്ങൾക്കൊന്നും വാശി കാണിക്കാനോ വക്കാണം കാണിക്കാനൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല. നമ്മളെ കൊണ്ടുപോയി കിടത്തുന്നൊരു ഖബറുണ്ട്. അവിടെ നമുക്ക് എന്തുണ്ട് എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം കാണണം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കാനാണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. ഇന്ന് ഈ നിൽക്കുന്ന നിപ്പിൽ മിമ്പറിൽ നിന്ന് ഞാൻ തളർന്നു വീണാൽ എൻ്റെ ആഖിറത്തിലേക്ക് വേണ്ടി എന്തുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കാണാൻ സഹോദരങ്ങൾ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് എത്തുമ്പോൾ ഈ ദുനിയാവിലെ സമ്പത്തോ, ഇവിടെ വെട്ടിപ്പിടിച്ച അധികാരങ്ങളോ, ഇവിടെ വെട്ടിപ്പിടിച്ച സ്ഥാനമാനങ്ങളോ ഒന്നും നമ്മുടെ ഖബറിലേക്കില്ല, ഒന്നും നമ്മുടെ പരലോകത്തേക്കില്ല. യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം.
കുറ്റമറ്റ ഹൃദയത്തോടെ പാപത്തിൻ്റെ കറകളില്ലാത്ത കൽബുമായി റബ്ബിനെ കണ്ടുമുട്ടുന്നവർക്കാണ് വിജയമുള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ സുപ്രധാനമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ഈ പ്രൊഫഷണലായ ആളുകൾക്കുള്ള ഒരു പഠനാർഹമായ ഒരു വേദി ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 17-18 തീയതികളിൽ കൊയിലാണ്ടിയിൽ വെച്ച് നടക്കാനിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരുപാട് ആളുകൾക്ക് കടലുണ്ടിയിൽ വെച്ച് നടക്കാനിരിക്കുകയാണ്. അപ്പോൾ കടലുണ്ടിയിലെ ആ പ്രൊഫൈസ് എന്ന പ്രോഗ്രാമിലേക്ക് നമ്മുടെ പരിചയത്തിലുള്ള പ്രൊഫഷണലായ ആളുകളൊക്കെ നമ്മൾ പറഞ്ഞേക്കുന്നതോടൊപ്പം നമ്മളും അതിൻ്റെ ഒരു ഭാഗവാക്കാകാനും അതിലേക്ക് സാമ്പത്തികമായും അതേപോലെ തന്നെ ശാരീരികമായി നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും ദഅ്വാ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും മനോഹരമായ ഒരു വേദിയാണ് ദഅ്വാ പ്രവർത്തനങ്ങളിലെ ഇന്ന് ആളുകൾക്ക് കൊടുക്കുന്ന ഓരോ മേഖലയിലുള്ള ആളുകൾക്കും ഉപകാരപ്രദമായ സംവിധാനങ്ങൾ നമ്മുടെ നാടുകളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ പ്രൊഫഷണലായ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള ഒരു നല്ല വേദിയാണ്. അത്തരം ആളുകളെ ഇസ്ലാമിൻ്റെ ഒരു ആദർശവും ആശയവും അവരുടെ ഖൽബിലേക്ക് കൊടുക്കുന്നതോടൊപ്പം അവരുടെ ജോലിയിലേക്ക് അവരുടെ ശ്രദ്ധ മതപരമായ ആശയങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് എങ്ങനെ ദീനിയായി അത്തരം ജോലികളിലേക്ക് തിരിക്കാൻ പറ്റുമെന്ന മതപരമായ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവർക്ക് ദിശാബോധം നൽകുന്ന നല്ല വിജ്ഞാനത്തിൻ്റെ ക്ലാസ്സുകൾ ലഭിക്കുന്ന ഒരു വേദിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളതിൻ്റെ ഭാഗവാക്കാകാൻ ശ്രമിക്കുക, അതിൽ പങ്കാളികളാകാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന മുവഹിദുകളിൽ മുഖ്ലിസീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين آمين برحمتك يا أرحم الراحمين وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.